ഹലോ ഗായ്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നപ്പോൾ എൻ്റെ ഒരു ഹെയർ ഓയിൽ റൂട്ടീൻ കണ്ടാലോ നമുക്ക്. ഞാൻ ആഴ്ചയിൽ സാധാരണ 3 ദിവസങ്ങളിലാണ് തലയിൽ എണ്ണ തേച്ച് കുളിക്കാറ്. മുമ്പൊക്കെ സാധാ പച്ചവെളിച്ചെണ്ണ തേച്ചാണ് കുളിക്കാറ്. പക്ഷെ ഇപ്പോൾ നന്നായിട്ട് മുടി കൊഴിയണ കാരണം കൊണ്ടാണ് ഞാൻ കാച്ചിയ എണ്ണയിലേക്ക് ഷിഫ്റ്റ് ആക്കിയത്. ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ വിചാരിക്കും, ഇത് എന്താ ഇപ്പം അത്ര പനങ്കൊല പോലത്തെ മുടിയെന്ന്. ചുരുണ്ട മുടി ആയത് കാരണം കൊണ്ട് നീളം വെച്ചാലും കാര്യമായിട്ട് അങ്ങനെ അറിയില്ല. എൻ്റെ ഡെലിവറി കഴിഞ്ഞപ്പോൾ തൊട്ട് എനിക്ക് മുടി കൊഴിച്ചിൽ നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ അത് തന്നെ സ്റ്റോപ്പായി പോയായിരുന്നു. ഇപ്പോൾ ഈ അടുത്ത് എനിക്ക് ചിക്കൻ ബോക്സ് വന്നായിരുന്നു. അതിനുശേഷം ഇത്രയും മാത്രം മുടി കൊഴിയാനായിട്ട് തുടങ്ങിയത്. മുടി കൊഴിയണ കണ്ട സഹിക്കില്ല. ജസ്റ്റ് ഒന്ന് മുടി പിടിച്ചാൽ മതി, അപ്പോഴേക്കും മുടി കയ്യിൽ ഇരിക്കും. ഞാൻ പിന്നെ ഒരു ലേസി ഗേളായത് കാരണം കൊണ്ട് മുടിയൊന്നും അങ്ങനെ കാര്യമായിട്ട് നോക്കാറൊന്നുമില്ല. പക്ഷെ ഇത്രമാത്രം മുടി ഇങ്ങനെ കൊഴിയണ കണ്ടപ്പോൾ ആകെ സങ്കടമായിട്ട് പോയി ഡോക്ടറെ കണ്ടു. അപ്പോൾ ഡോക്ടർ എനിക്ക് ഈ വൈറ്റമിൻ ഇയുടെ ടാബ്ലറ്റ്സ് 1 മാസത്തേക്ക് കഴിക്കാൻ തന്നു. അത് കഴിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ നെല്ലിക്കയുടെ ജ്യൂസ് ഐസ് ക്യൂബ് ആക്കിയിട്ട് ഞാൻ കാലത്തെ നേരം ചൂടുവെള്ളത്തിൽ കലക്കി കുടിക്കാറുണ്ട്. അപ്പം അതിൻ്റെ ഒരു വീഡിയോ ഞാൻ പിന്നീട് പോസ്റ്റ് ചെയ്യാം. എൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് ഹെയർ ആയിരുന്നു. ഞാനൊരു 3 വർഷം മുമ്പ് ഞാൻ സ്മൂത്തനിങ് ചെയ്തായിരുന്നു. കഴിഞ്ഞ് മുടി വളർന്നു വന്നപ്പോൾ തിരികെ ചുരുണ്ട മുടിയായി. അപ്പം അത് കാരണം കൊണ്ട് ഞാൻ ആ സ്മൂത്തനിങ് ചെയ്ത മുടി ഞാൻ വെട്ടിക്കളഞ്ഞു. പിന്നെയും ഞാൻ കുറച്ച് ചുരുണ്ട മുടി ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രിം ചെയ്തായിരുന്നു. അത് കഴിഞ്ഞിട്ട് വളർന്ന മുടിയാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാർക്കും എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതുപോലെ തന്നെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. കമൻറ്റ് ചെയ്യാൻ പിന്നെ പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഹെയർ ഓയിൽ റൂട്ടീൻ കഴിഞ്ഞു.